ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുക. പക്ഷേ എനിക്ക് ആ സമയത്ത് എന്തും അവിടെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മനസ്സിലിങ്ങനെ സംഭവിക്കണമെന്നാണല്ലോ, അതുകൊണ്ട് എനിക്ക് വെറുതെ തോന്നുന്നതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ കൂടെ നിന്ന് നേഴ്സ് എന്നോട് പറഞ്ഞു, കുഞ്ഞിനെ എടുത്തോ, ടേബിളിൽ നിന്ന് കുഞ്ഞിനെ എടുത്തോളാൻ പറഞ്ഞു. ഞാൻ ഓടി കുഞ്ഞിനെ എടുത്ത് വെളിയിൽ പൊക്കോളാൻ പറഞ്ഞു. വെളിയിലോട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ട് അവിടെ. കുഞ്ഞിന് വലിയ അസുഖമായത് കാരണം നാട്ടിലുള്ള എല്ലാവരും പെട്ടെന്ന് തന്നെ അവിടെ വന്നു. ഞാൻ വലിയ വായിൽ കരഞ്ഞുകൊണ്ട് വെളിയിലോട്ട് ഓടി വരുവാ, കുഞ്ഞിനെ തോളിലിട്ടുകൊണ്ട്. അപ്പം ഇവരുടെയൊക്കെ വിചാരം എൻ്റെ കുഞ്ഞിന് എന്തോ വലിയത് സംഭവിച്ച് എൻ്റെ കരച്ചിൽ കണ്ടുകൊണ്ട് അങ്ങനെ തിരിച്ചു വന്ന് ഡോക്ടറിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവനെ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർ മേളിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന ഒറ്റ ഡ്രസ്സിലോട് കൂടി. ഡോക്ടറിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താണിത്. അങ്ങനെ താഴെ വന്ന് സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കണ്ടതിന് ശേഷം സാറ് വിശ്വസിക്കുന്നത് കുഞ്ഞിനിങ്ങനെ ഒരു കുഴപ്പമില്ല. ആ അരമണിക്കൂർ മുമ്പ് ചെയ്ത സ്കാനിങ്ങിൽ നിന്നും വ്യത്യസ്തമായി ആ 3 സ്ഥലത്തും കയറിയിരുന്ന കുടൽ തിരിച്ചിറങ്ങി വന്ന് കുഞ്ഞിന് ഓപ്പറേഷൻ വേണ്ട എന്ന് ഞങ്ങളോട് പറയുക ഡോക്ടർ. അങ്ങനെ ഞങ്ങൾ ഒരു 2 ദിവസത്തെ ഒബ്സർവേഷൻ, ഇനിയും ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് 2 ദിവസത്തെ ഒബ്സർവേഷൻ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞ് അതിനുശേഷം ഇവിടുന്ന് വെഞ്ചരിച്ച് കിട്ടിയ എണ്ണ എൻ്റെ കുഞ്ഞിൻ്റെ വയറിൽ കുരിശിട്ട് ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ ഹസ്ബൻഡും ഞാനും ഉടമ്പടി തൈലം കുരിശിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ പോക്കറ്റിൽ തന്നെ ഇരിക്കുമായിരുന്നു എൻ്റെ മാതാവിൻ്റെ രൂപം. അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചത് ഇതാണ്, എൻ്റെ മാതാവ് ഇവിടെ ഈ ആൾക്കാരെ വന്ന് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുവദിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എന്നിട്ട് 2 ദിവസം അവിടെ കിടന്ന് ഒരു കുഴപ്പമില്ല. ഞാൻ അന്നത്തെ ദിവസം ഞങ്ങൾ ആരും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലെന്നിട്ട് പോലും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ, എൻ്റെ ബന്ധുക്കളെ എല്ലാവരെയും വിളിച്ച് ഞാൻ പിന്നെ എൻ്റെ കുഞ്ഞിന് എൻ്റെ മാതാവ് തന്ന അത്ഭുതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് പറയുക, കൃപാസനത്തിൽ യൂട്യൂബിനകത്ത് ഞങ്ങൾ സാക്ഷ്യം പറയുന്ന കാണും, അതുപോലെ എനിക്ക് തോന്നുവാണല്ലോ. ഞാൻ പറയാം, എൻ്റെ അമ്മ മാതാവാണ് ഞങ്ങൾക്ക് ഈ സൗഖ്യം തന്നത്. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ എല്ലാവരോടും ഞാൻ എൻ്റെ ഈ സാക്ഷ്യം ഞാൻ പറയും.